അതായത് കലക്ടറുടെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹൈക്കോടതി ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സർവീസ് റോഡൊന്നും ശാസ്ത്രീയമായി ടാർ ചെയ്തിട്ടില്ല. ഇപ്പം മുരിങ്ങൂർ ഇന്നലെ സർവീസ് റോഡ് അപകടകരമായ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളിലെ മാത്രം പണി നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ പണി തീർന്നിട്ടില്ല. ആ റോഡിൻ്റെ പണി വരുമ്പോൾ വലിയ നീളത്തിൽ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ പറയാനുള്ളത് ഈ 5 വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി കഴിയണവരെ പകുതി ടോളാക്കാം. അപ്പോൾ ഇപ്പോൾ എന്താ വിഷയം, 5 വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി നടക്കുമ്പോൾ ഒരു 10 കിലോമീറ്ററോളം ബ്ലോക്കാണ്. വളരെ സ്ലോയിലാണ് ഗതാഗതം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ടോൾ കൊടുത്തിട്ട് ഈ പതുക്കെ ഗതാഗതം ചെയ്യേണ്ട അവസ്ഥ എന്താണ്? ഇന്നത്തെ ആർഗ്യുമെന്റ് എന്താണ്? നമ്മുടെ ആർഗ്യുമെന്റ് എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ പിരിവ് മരവിപ്പിച്ചത് മാറ്റുകയാണെങ്കിൽ നമ്മൾ പറയാൻ പോണത് പകുതി ടോളാക്കണം. എന്നിട്ട് ഇവർ എത്രയും പെട്ടെന്ന് വെഹിക്കുലർ അണ്ടർ പാസേജ് പണിതോട്ടെ. അപ്പോൾ പണിത് കഴിഞ്ഞാൽ അവർക്ക് ടോള് കൃത്യമായിട്ട് പിരിച്ചോട്ടെ. പിന്നെ മെയിൻ ഹർജിയുടെ വാദത്തിന് കേട്ടിട്ട് അത് വിധി പറയാൻ വെക്കണം എന്നാണ് നമ്മുടെ ആവശ്യം.